ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള ജെറമിയ 5:14, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും. ദൈവത്തിൻ്റെ വചനം എൻ്റെ നാവിൽ അഗ്നിയാകുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കുന്ന ചൂടാണ് അഭിഷേകം. എനിക്ക് എൻ്റെ സ്വന്തമായ ചില അഗ്നിയുണ്ട്. അതാണ് കോപത്തിൻ്റെ അഗ്നി, പ്രതികാരത്തിൻ്റെ അഗ്നി, വെറുപ്പിൻ്റെ അഗ്നി. എൻ്റെ നാവിൽ വചനം അഗ്നിയാകുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ തീ എൻ്റെ നാവിലൂടെ പുറത്തു വരും. അത് ലോകത്തെയും ബന്ധങ്ങളെയും കരിച്ചു കളയും. പക്ഷെ എൻ്റെ നാവിൽ അങ്ങയുടെ വചനം അഗ്നിയാകുമ്പോൾ പുറത്തേക്ക് അഭിഷേകത്തിൻ്റെ തണുപ്പൊഴുകും. ഇല്ലെങ്കിൽ എൻ്റെ നാവിലൂടെ എൻ്റെ കോപത്തിൻ്റെ തീ ഒഴുകി ലോകം നശിക്കും. ഈ രണ്ട് ചോയ്സ് ക്രൂഷ്യലാണ്. എൻ്റെ നാവിൽ ഏതെങ്കിലും ഒരു തീ വരും. ജെറമിയ 5:14 അനുസരിച്ച് നമുക്ക് പറയാം, കർത്താവേ നിന്റെ വചനത്തിൻ്റെ തീ എൻ്റെ നാവിലിടണേ. അഥവാ നിന്റെ വചനം എൻ്റെ നാവിലൂടെ തീ പോലെ കത്താനിടപെടണേ. ദൈവത്തിൻ്റെ വചനം ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയെങ്കിലും നാവിൽ കത്താൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുകളുടെ തീയും പുകയും കെട്ടിട്ട് അഭിഷേകത്തിൻ്റെ തണുപ്പുണ്ടാകും. കർത്താവേ നിന്റെ വചനം എൻ്റെ നാവിൽ അഗ്നിയാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ ആമേൻ.